ഗൈസ്, ഈ കോഴ്സ് പഠിക്കുന്നതും തിയറി ആയിട്ട് നമ്മൾ കോഴ്സസ് പഠിക്കുന്നതും ആ സ്ട്രാറ്റജീസ് മനസ്സിലാക്കുന്നതും പ്രാക്ടിക്കലി ട്രേഡ് ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമാണ്. അപ്പം പ്രാക്ടിക്കലി ഒരാൾ ട്രേഡ് ചെയ്ത് തരുന്ന വീഡിയോസ് കാണുമ്പം കിട്ടുന്ന എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ, കിട്ടുന്ന കോൺഫിഡൻസ്, അത് വ്യത്യാസം ഉണ്ടാവും. അതിനൊരു തെളിവാണ് ഈ ഒരു വോയിസ്. അസ്സലാമു അലൈക്കും. ബ്രോക്ക് ഞാൻ ഫസ്റ്റ് മെസ്സേജ് ചെയ്ത് ഓർമ്മയുണ്ടോ, എങ്ങനെ എവിടെ ട്രേഡിംഗ് പഠിക്കണം എന്ന് വെച്ചാൽ ബ്രോൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കോഴ്സിൽ ചേർന്നിങ്ങനെ ചേർന്നത് എന്തിനായിരുന്നു ഇപ്പോൾ മനസ്സിലായിട്ടില്ല. ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളതാ, അതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാക്കില്ല. പക്ഷേ ബ്രോൻ്റെ വീഡിയോസ് കൊണ്ടുള്ള ഉപകാരത്തിലെ ബ്രോൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ച് ഞാൻ $60 പ്രോഫിറ്റ് ഉണ്ടാക്കി. $60 അൽഹംദുലില്ലാഹ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ ഇതാ. എന്തായാലും വളരെ വളരെ ഹാപ്പി ബ്രോ. പിന്നെ മീറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, നമ്മളേതായാലും ലൈവ് പോയി. നാട്ടിലാണെങ്കിൽ എന്തായാലും ഷുവറായിട്ട് വരുമായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ടെലിഗ്രാമിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു പൊസിഷൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയാണ്, പക്ഷെ അത് ഇൻവാലിഡായി, എൻട്രി ഇൻവാലിഡായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുമായിരുന്നു മാർക്കറ്റ്. അപ്പം ഇത് ഞാൻ ക്യാപ്ചർ ചെയ്തു സെൽ. ഓക്കെ, കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് ഒരു റേഞ്ച് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് മാർക്കറ്റ് സെല്ലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ സെല്ലും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ ബൈയിങ് ഇൻഫാക്ട് ഇവിടുന്ന് ഞാൻ ഇതുവരെ ക്യാപ്ചർ ചെയ്തു. ബട്ട് എൻ്റെ എസ്റ്റിമേഷൻ ഇത് ഇമ്മീഡിയറ്റ്ലി ഇവിടോട്ട് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരുന്നത് അത് ഇൻവാലിഡായി. കാരണം എന്താ, ഈ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് പിന്നെ ടച്ച് ചെയ്തില്ല ഇമ്മീഡിയറ്റ്ലി. അത് ഈ റേഞ്ചിൽ കിടന്ന് കളിച്ചിട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴൊന്നും ഞാൻ സ്ക്രീനിലില്ല, ഞാൻ ഓൾറെഡി ചാർട്ടിലില്ല. അപ്പം അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരുപാട് മുകളിലോട്ട് പോയി. എനിക്കിവിടെ പ്രൈസ് അലേർട്ട് ഉണ്ടായിരുന്നു. ഈ പ്രൈസ് അലേർട്ടിൻ്റെ സ്ഥലത്തുനിന്ന് ഞാൻ ഇപ്പം എൻട്രി എടുത്തു. 2 പൊസിഷൻ ഞാൻ ക്ലോസ് ചെയ്തു. ഇപ്പം ഈ 2 പൊസിഷൻ ഞാൻ ക്ലോസ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് കാണാം, ഈ 2 പൊസിഷൻ ഞാൻ ക്ലോസ് ചെയ്ത ടൈം ഇത് 6-7. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ആകെയുള്ള ട്രേഡ്സ്. എന്താ, രാവിലെ എടുത്ത ആ ട്രേഡും ഇപ്പം എടുത്ത ആ ട്രേഡ്സും ഉള്ളൂ, വേറെ ഒന്നുമില്ല. മെയ് 11 തൊട്ടിട്ട് ഈ ട്രേഡ്സ് ആണുള്ളത്. രാവിലെ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സ് ആണ്. പിന്നെ അതിന് ശേഷം ഇപ്പം എടുത്ത ട്രേഡാണ്. ഇപ്പം എടുത്ത സമയം കണ്ടല്ലോ, 6 മണി. രാവിലെ എടുത്തിട്ടുണ്ടായിരുന്ന 10 മണി രാവിലത്തെ സമയം. അതിനിടയ്ക്ക് ഞാൻ വേറെ ഒരു ട്രേഡും എൻ്റർ ചെയ്യുക, വെറുതെ അനാവശ്യമായിട്ട് സ്ക്രീനിലിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പ്രൈസ് അലേർട്ട് ഇട്ട് വെച്ചു. എനിക്ക് തോന്നി എൻ്റെ സെറ്റപ്പ് ഓക്കെ ആയി. ഇത് മാർക്കറ്റ് എവിടെ നിന്ന് റിയാക്ഷൻ തരുന്നത് കണ്ടു, എൻ്റർ ചെയ്തു. 2 പൊസിഷൻ ഓൾറെഡി ക്ലോസ് ചെയ്ത് പ്രോഫിറ്റിലാണ്. $40 പ്ലസ് പ്രോഫിറ്റിലാണ്. ഇപ്പോൾ ബാക്കി 2 പൊസിഷൻ റണ്ണിങ് ആണ്. 0.01 2 അതിൽ ഒരെണ്ണം ഞാൻ മിക്കവാറും ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ക്ലോസ് ചെയ്യും, അതല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ആക്കി വെക്കും, അത്രേ ഉള്ളൂ. ബാക്കി ഒരെണ്ണം ഞാൻ ഹോൾഡ് ചെയ്യും, കുറച്ചുകൂടെ ഈ ഒരു റേഞ്ചിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യും. സോ ഗൈസ്, കാര്യങ്ങൾ സിമ്പിളാണ്. മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടും. ബട്ട് വെയിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം.